ജോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം. അപ്പോൾ തേമാൻകാരനായ എലിഫാസ് മറുപടിയായി പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞാൽ നിനക്ക് പ്രയാസം തോന്നുമോ? എങ്കിലും മൗനം അവലംബിക്കാൻ ആർക്ക് കഴിയും? ഇതാ, നീ അനേകരെ ഉപദേശിച്ചിട്ടുണ്ട്, ദുർബലകരങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുമുണ്ട്. കാലിടറിയവനെ നിന്റെ വാക്കുകൾ താങ്ങി നിർത്തി, മടങ്ങിയ മുട്ടുകൾ നീ ശക്തിപ്പെടുത്തി. എന്നാൽ ഇപ്പോൾ നിനക്ക് ഇത് സംഭവിച്ചപ്പോൾ നീ പരിക്ഷീണനായി, ഇത് നിന്നെ സ്പർശിച്ചപ്പോൾ നീ സംഭ്രാന്തനായി. നിന്റെ ഭക്തിയല്ലേ നിന്റെ ആത്മധൈര്യവും നിന്റെ പ്രത്യാശയും നിന്റെ വഴികളുടെ നിഷ്കളങ്കതയും? ഓർത്തു നോക്കൂ, ഏത് നിർദോഷിയാണ് നാശമടഞ്ഞിട്ടുള്ളത്? എവിടെയാണ് ധർമ്മിഷ്ഠർ തിരോഭവിച്ചിട്ടുള്ളത്? ഞാൻ കണ്ടിട്ടുള്ളതനുസരിച്ച് അനർത്ഥം ഒഴുകുന്നവരും കഷ്ടത വിതയ്ക്കുന്നവരും അതുതന്നെ കൊയ്യും. ദൈവത്തിൻ്റെ നിശ്വാസത്തിൽ അവർ നശിക്കുന്നു, അവിടുത്തെ കോപക്കാറ്റിൽ അവർ ഒടുങ്ങുന്നു. സിംഹത്തിൻ്റെ അലർച്ചയും മൃഗേന്ദ്രൻ്റെ ഗർജനവും യുവസിംഹങ്ങളുടെ ദംഷ്ട്രങ്ങളും അറ്റുപോയിരിക്കുന്നു. ശക്തനായ സിംഹം ഇരകിട്ടാതെ നശിക്കുന്നു, സിംഹിയുടെ കുട്ടികൾ ചിതറിക്കപ്പെടുന്നു. ഒരു വചനം രഹസ്യത്തിൽ എൻ്റെ പക്കലെത്തി, അതിൽ നിന്നുള്ള മർമ്മരം എൻ്റെ ചെവി പിടിച്ചെടുത്തു. ഗാഢനിദ്ര ആളുകളുടെ മേൽ പതിച്ചപ്പോൾ നിശാദർശനങ്ങൾ ഉണർത്തുന്ന അസ്വസ്ഥ ചിന്തകളാൽ ഭീതിയും ഞെടുക്കവും എന്നെ പിടികൂടി. എൻ്റെ അസ്ഥികളാകെ പ്രകമ്പനം കൊണ്ടു. ഒരു ദേഹി എൻ്റെ മുഖം ഉരുമിക്കടന്നുപോയി, എൻ്റെ ശരീരം രോമാഞ്ചമണിഞ്ഞു. അത് നിശ്ചലമായപ്പോഴാകട്ടെ അതിൻ്റെ ദൃശ്യം ഞാൻ തിരിച്ചറിഞ്ഞില്ല. എൻ്റെ കൺമുമ്പിൽ ഒരു രൂപമുണ്ടായിരുന്നു, ഒരു നിശബ്ദത. അപ്പോൾ ഞാൻ ഒരു സ്വരം ശ്രവിച്ചു, മർത്യൻ ദൈവത്തെക്കാൾ നീതിമാനാകുമോ? മനുഷ്യൻ തൻ്റെ സൃഷ്ടാവിനേക്കാൾ ശുദ്ധിയുള്ളവനാകുമോ? നോക്കൂ, തൻ്റെ ദാസരിലും അവിടുത്തേക്ക് വിശ്വാസമില്ല, തൻ്റെ ദൂതരിൽ പോലും അവിടുന്ന് കുറ്റം ആരോപിക്കുന്നു. അങ്ങനെ തന്നെയാണ് കളിമൺപുരകളിൽ വസിക്കുന്ന, പൊടിയിൽ തങ്ങളുടെ അടിസ്ഥാനമുള്ള ചിതലിനേക്കാൾ മുമ്പേ ചതഞ്ഞരയുന്നവരുടെ കാര്യവും. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവർ തകർക്കപ്പെടുന്നു, ആരാലും പരിഗണിക്കപ്പെടാതെ അവർ നിത്യമായി നശിക്കുന്നു. അവരിലെ കൂടാരച്ചരട് നീക്കപ്പെടുകയല്ലേ? അവർ മരിക്കുന്നു, എന്നാൽ ജ്ഞാനത്തോടെയല്ല.